next topic, Newton's divided difference formula. നമ്മൾ പഠിച്ചത് Newton's forward difference formula and Newton's backward difference formula. Both are used in the case of equal intervals. But Newton divided difference formula is used when the interval length or the width of x value is different. Let y equal to f of x be a function with function values y0, y1, y2, etc. yn at the points x0, x1, etc. xn. Then the divided difference table, നമ്മൾ നേരത്തെ പറഞ്ഞത് forward difference table ഉം backward difference table ആണ്. ഇവിടെ പറയുന്നത് divided difference table. ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. നേരത്തെ കേസിൽ എന്താ വരുന്നത്? ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയിൽ ഈ വിഡ്ത്ത് x0 നിന്ന് x1ലേക്ക് ഈ വിഡ്ത്ത് ഒക്കെ ഈക്വൽ ആണ്. ഇവിടെ ഈക്വൽ അല്ല. x0 1 2 5 അങ്ങനെയൊക്കെ വരാം. അങ്ങനെയുള്ള കേസിലാണ് അൺഈക്വൽ. ഓർക്കേണ്ട കാര്യം ഈക്വൽ ഇന്റർവെൽ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഓർ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട എന്താ, അതിന്റെ എക്സ് വാല്യൂസ് ഈക്വൽ വിഡ്ത്ത് ആണോ? ഈക്വൽ വിഡ്ത്ത് ആണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ഡിഫറൻസ് ഫോർമുല. ഡിഫറൻസ് ഫോർമുല അല്ല, ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ഫോർമുല യൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. ഇനി അൺഈക്വൽ ഇന്റർവെല്ലാണ് നിങ്ങളുടെ കയ്യിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒരെണ്ണം ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ, സെക്കൻഡ് വൺ ന്യൂട്ടൺസ് ഡിഫറൻസ് ഫോർമുല. നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിളും ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളും കൺസ്ട്രക്ട് ചെയ്തു. സെയിം തന്നെയാണ് ടേബിള്. വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വാല്യൂസ് ഡിഫറെന്റ് ആണ് രണ്ട് കേസിലും. ഇവിടെ അതിൽ നിന്നും വേരിയേഷൻ ഉണ്ട്. കാരണം ഇവിടെ ലെങ്ത് വിഡ്ത്ത് x0 മൈനസ് x1 എന്നുള്ള വിഡ്ത്ത് x1 മൈനസ് x0 നോട്ട് ഈക്വൽ ടു x2 മൈനസ് x1. ചില കേസിൽ ഈക്വൽ ആവാം, പക്ഷെ ഈ അൺഈക്വൽ ആണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണ് എഴുതുന്നത്. ഡിവൈഡഡ് ഡിഫറൻസ് ഇങ്ങനെ ഡെല്ലിനെ ഡിവൈഡഡ് ചെയ്തു. ചില ടെക്സ്റ്റ് ബുക്കിൽ ഓരോരോ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ എഫ് ഓഫ് x0 x1 ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എവിടെയോ ഏറ്റവും സിമ്പിളായി കണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നൊട്ടേഷനിൽ വലിയ കാര്യമില്ല, അത് കറക്റ്റായി എഴുതിയാൽ മതി. ഓക്കെ, ഇത് ഫസ്റ്റ് വരുന്നത് എക്സ് വാല്യൂ കോളം എക്സ്, പിന്നെ വരുന്നത് വൈ, പിന്നെ വരുന്നത് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് വൈ. ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ്, പിന്നെ സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്, തേർഡ് ഡെൽ ക്യൂബ് വരും, തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ്. നെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് വരും. ഞാനിവിടെ 3 വാല്യൂസ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ y0 ഇൻ ബിറ്റ്വീൻ y0 ആൻഡ് y1 ആണ് നമ്മൾ എഴുതുക. ഇവിടെ ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y0 is equal to y1 മൈനസ് y0. നേരത്തെ അങ്ങനെ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ വിഡ്ത്ത് ഡിഫറെന്റ് ആയതുകൊണ്ട് y1 മൈനസ് y0 ഡിവൈഡഡ് ബൈ x1 മൈനസ് x0 ആണ്. മനസ്സിലായല്ലോ? y1 മൈനസ് y0 ഡിവൈഡഡ് ബൈ x1 മൈനസ് x0. നെക്സ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y1 ദാറ്റ് ഈസ് ഈക്വൽ ടു y2 minus y1 divided by x2 minus x1. ഇതിന്റെ സെൻട്രലായിട്ട് എഴുതണം രണ്ടിന്റെയും. x2 y2 ഇനി ഡിവൈഡഡ് ഡിഫറൻസ്, ഇവിടെ x3 വരും, ഇവിടെ y3 വരും. ഡിവൈഡ് ഡിഫറൻസ് ഓഫ് y2 ഇസ് ഈക്വൽ ടു എന്താ വരിക? y3 മൈനസ് y2 ഡിവൈഡഡ് ബൈ x3 മൈനസ് x2. മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്. ആ ഒരു ഈ ഇന്റർവൽ വിഡ്ത്ത് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് വെച്ച് മൈനസ് ചെയ്യും. ആക്ച്വലി ഈ y0 എന്നും y1 എന്നും വന്ന് നമുക്ക് എന്ത് കിട്ടിയ? ഡിവൈഡ് ഡിഫറൻസ് ഓഫ് y0 കിട്ടി. ഇനി y1 y2 ഈ ഒരു വാല്യൂ കിട്ടി, y2 y3 ഈ ഒരു വാല്യൂ കിട്ടി. ഇനി അടുത്ത കോളം നോക്കൂ. സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y0 is equal to again ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y1 മൈനസ് ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് y0. ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y0 ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിവൈഡ് ചെയ്തേണ്ടത് നോക്കൂ നിങ്ങൾ. ഈ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y1, ഈ y1 നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയേ? y2 y1. അവിടെ നിങ്ങൾ ഏതൊക്കെ? x2 x1. അപ്പോ ഈ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y0 ഉം y1 ഉം നോക്കുമ്പോൾ നിങ്ങൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ x1 ആണ് അല്ലെ? ഈ y0ന്റെ ഏറ്റവും ഫസ്റ്റ് വാല്യൂ x1 ആണ്, y1ൻ്റെത് x2 ആണ്. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്
x2 മൈനസ് x1 ആണ്. മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ വരും. ഇനി അടുത്ത ഡിഫറൻസ് ഇവിടെ എഴുതണം. അപ്പോഴും ശ്രദ്ധിക്കുക, സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y1 is equal to ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y2 മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y1 ഡിവൈഡഡ് ബൈ, ഇതിന്റെ രണ്ടിന്റെയും വാല്യൂസ് ഏതൊക്കെ വരുന്നത് നോക്കൂ. ഇതിങ്ങനെ ഒന്ന് ഡയറക്റ്റ് പോയി നോക്കിയാൽ മതി. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് y1 x1ലേക്കാണ്. അപ്പൊ x1ഉം ഫസ്റ്റ് വാല്യൂ, ലാസ്റ്റ് വാല്യൂ x3. അപ്പോൾ x3 മൈനസ് x1 ആൻഡ് ലാസ്റ്റ് വൺ എന്താ തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ്, ഞാൻ 3 വാല്യൂസ് മാത്രം, കുറച്ച് നമുക്ക് സിമ്പിൾ ആയിട്ടാണ്. ടേബിൾ വരുമ്പോൾ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y0 is equal to സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y0. ഇത് എഴുതുന്നത് ഡെൽന്ന് എഴുതും, എന്നിട്ട് അതിന്റെ സെന്ററിലൂടെ ഒരു വര വരക്കും. ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y1 മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y0 ഡിവൈഡഡ് ബൈ, നോക്കൂ ഇത് എവിടുന്ന ബിഗിനിങ്, ഈ ആരോസ് ഇങ്ങനെ നോക്കൂ, x3നും x0 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ x3 മൈനസ് x0. ഇതാണ് ഡിഫറൻസ് ടേബിൾ. ദെൻ the function value is given by, then the function value at an unknown x is given by y0 plus x minus x0 into first divided difference of y0 plus x minus x0 into x minus x1 into second divided difference of y0 plus x minus x0 into x minus x1 into x minus x2 into third divided difference of y0 plus etc. ഇതിങ്ങനെ പോകും. അടുത്തത് x3 വരെ വരും, ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസും വരും. ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് പറയാം. ഓക്കെ, ഫൈൻഡ് f of 9 and f of 8 from the following table. ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണണം? ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല ആണ്. ഓക്കെ, ഞാൻ ആ ടേബിൾ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. അതിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചെയ്യേണ്ടത് ഇന്റർവെൽ വിട്ട് നോക്കൂ, 2 4 5 6 8 10 ആണ്. ഫസ്റ്റ് ഡിഫറൻസ് 2, നെക്സ്റ്റ് 1 1 2 2. അപ്പോൾ അൺഈക്വൽ ആണ്, വിട്ട് അൺഈക്വൽ ആണ്, ഡിഫറൻസ് അൺഈക്വൽ ആണ്. അപ്പോൾ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ലഗ്രാഞ്ചസ് യൂസ് ചെയ്യാം, ഓർ ഡിവൈഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യാം. ജസ്റ്റ് നോക്കൂ, എക്സ് വൈ ടേബിളായി കൺസ്ട്രക്ട് ചെയ്യാം. 2 10 4 96 5 196 6 350 8 868 10 1746. ഒരു കോളം ആഡ് ചെയ്യുക. ഫസ്റ്റ് കോളം എന്താ? ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് ഓഫ് y. ഇവിടെ വരുന്നത് ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് ഓഫ് y0. ഇതെന്താണ്? x0 ആണ്. ഇത് y0, ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. നിങ്ങൾ എക്സാം പേപ്പറിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ടാവില്ല. x4 y4, ദിസ് ഇസ് x5, ദിസ് ഇസ് y5. ഇത് നോക്കൂ, ഈ ഫസ്റ്റ് ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? ഇത് രണ്ടുമാണ് അല്ലേ? ഇത് രണ്ടും ഇവിടെ എഴുതും. ആ ഒരു വാല്യൂ എങ്ങനെയാ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 96 മൈനസ് 10 അല്ലേ? 96 മൈനസ് 10 by 4 minus 2 അല്ലേ? ദാറ്റ് ഈസ് 86 by 2 which is 43. ഇവിടെ എന്ത് വരും? ഡിവൈഡ് ഡിഫറൻസ് ഓഫ് y1, that is 196 minus 96, that is 100 by ഏതാ 5 minus 4 which is 1, that is 100. ഇവിടെ ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് ഓഫ് y2, 350 minus 196 divided by 6 minus 5, that is 259. And last one, first not last one, second last one, divided difference of y3 is 868 minus 350 divided by again 8 minus 6. അപ്പോൾ എന്ത് വരും? 8 minus 6 മനസ്സിലായില്ലേ? ഈ x4 minus x3. നിങ്ങൾ x4 x3 എന്നൊന്നും എഴുതണ്ട, എക്സാമിന് ഡയറക്റ്റ് ഇങ്ങനെ വാല്യൂ എഴുതിയാൽ മതി. ഇത് ഈ ഒരു എക്സ്പാൻഷൻ എഴുതണ്ട, നിങ്ങൾക്ക് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടാ, ജസ്റ്റ് വാല്യൂസ് മാത്രം എഴുതിയാൽ മതി. ഡെൽറ്റ y3 ഇങ്ങനെ ഞാൻ എഴുതുന്നത് തെറ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടാവും, മനസ്സിലാക്കാമല്ലോ. തേർഡ് ഡിഫറൻസ് എന്താ വരുക? 868
350 minus ചെയ്താൽ 5815 അല്ലേ by 2 which is 259 വരും. And last one y4 868 ഉം 1746 അല്ലേ 878 by 10 minus 8 again 439 വന്നു. ആ വാല്യൂസ് എഴുതും. ഇനി അടുത്തത് കോൾ ചെയ്താ സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്. അപ്പോൾ നോക്കുക, ഇവിടെ എഴുതേണ്ട ഫസ്റ്റ് ഇത് തമ്മിലുള്ള വാല്യൂ, ഇവിടെ ഈ വാല്യൂ, ഇതിന്റെ സെന്ററിൽ ഈ വാല്യൂ, ഇതിന്റെ സെന്ററിൽ ഈ വാല്യൂ. സെക്കൻഡ് വൈ നോട്ട് ഉള്ളത്, വൈ നോട്ട് ആകുമ്പോൾ 100 മൈനസ് 43. പക്ഷെ ഇവിടെ നോക്കൂ, ഇത് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഈ 43 എവിടുന്ന y0 y1 എന്ന്, അതായത് x0 x1 എന്ന്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ x0 ആണ്. അതേപോലെ y1 എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് x2. ഈ ആരോ വരച്ചാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 5 മൈനസ് 2 ആണ് ഡിനോമിനേറ്റർ വരിക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. 57/3 വിച്ച് ഈസ് 19. ഇനി ഡെൽറ്റ y1 എന്ന് പറയുന്നത് 259 മൈനസ് 100 ഡിവൈഡഡ് ബൈ, ഇത് എവിടുന്ന വരുന്നത് നോക്കൂ, 6ഉം 4, 6 minus 4, that is 2. That is 159. Sorry, mistake on that. Okay, ഇവിടുത്തെ വാല്യൂ ഞാൻ എഴുതിയ മിസ്റ്റേക്ക് ആണല്ലേ, കോപ്പി ചെയ്തതാണ്. അതുകൊണ്ടാണ്. ഇതെന്താ വരിക വാല്യൂ? 6 minus 1 1 ആണ്. 154 ആണ് വരിക ഈ വാല്യൂ. 154 minus 100 by 54 by 2 which is 27. Ivideyo by 2 is 259 minus 154 which is 105 divided by, ഏതാ divided by വരിക? ഇത് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന x4, അതായത് 8. 154 എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന x2, that is 5. 8 minus 5 3 എന്ന് 35 വരും. അതേപോലെ ഇതെന്താ വരുക? ഡെൽറ്റ y3 എന്ന് പറയുന്നത് വാല്യൂസ് ഇപ്പോൾ ഓരോന്നും നിങ്ങൾ 439 മൈനസ് 259 ഡിവൈഡഡ് ബൈ 6 10 മൈനസ് 6 ദാറ്റ് ഈസ് 4, ദാറ്റ് ഈസ് 45. ഇനി ഓരോന്നും എഴുതാലോ. ഇനി ലാസ്റ്റ് വാല്യൂസ് നോക്കൂ. ഇവിടെ വരിക ഡെൽറ്റ തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് വരും. തേർഡ് ഡിവൈഡഡ് ഡിഫറൻസിൽ ഫസ്റ്റ് വാല്യൂ y0 ഉണ്ട്, 27 മൈനസ് 19 ദാറ്റ് ഈസ് 8 ബൈ, അത് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കൂ, 8 by 4 വരും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എന്നും 2 എന്നും 4, ദാറ്റ് ഈസ് 2. ഡെൽറ്റ സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് y1 എന്ത് വരും? y1 എന്ന് പറയുന്നത് എന്താ? 35 മൈനസ് 27 എന്താ വരുക? അഗെയിൻ 8 തന്നെ. 8 ബൈ വാല്യൂസ് വരുന്നത് എവിടുന്ന? 4 എന്നല്ല വരിക. 8 by 4 ദാറ്റ് ഈസ് 2. തേർഡ് ആകുമ്പോൾ എന്ത് വരും? ക്യൂബാണ് ഇതൊക്കെ. ഞാൻ ഇവിടെ നിന്ന് സ്ക്വയർ ഇട്ടല്ല അല്ലേ, സ്ക്വയർ വേണം ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ ക്യൂബ്. ഈ ഡിഫറൻസ് again 45 10 by 35 വന്നത് ഇവിടുന്ന് 5ഉം 10ഉം that is 5, that is 2. ഇനി ഇവിടെ അടുത്തതിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല, കാരണം കംപ്ലീറ്റ് ടേബിൾ വാല്യൂ. പിന്നെ എന്താ വരും? ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും? 0 0 0. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ x0 എന്താണ്? 2 ആണ്. അതൊക്കെ x1 4 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ f of 9 എത്രയാണ് കാണോ? f of